മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിൽ അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ ജുമുഅയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ സാക്ഷികളാവുകയാണ്. മുസ്ലിം ലോകത്തെ അച്ചടക്കം പഠിപ്പിച്ച ഒരു ദീനിൻ്റെ സർവാത്മനാവുള്ള ഏറ്റെടുക്കലാണ് ഈ റമദാൻ. അച്ചടക്കം അവരുടെ ജീവിതത്തിൽ പള്ളികളിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം തങ്ങളുടെ ജീവിത വ്യവഹാര വൈയക്തിക കുടുംബ സാമൂഹിക മേഖലകളിലെല്ലാം പൂർണ്ണമായ ഒരച്ചടക്കം ശീലിപ്പിച്ച ഒരു ദീൻ. അതാണ് ഈ റമദാനിൻ്റെ ഏറ്റെടുക്കലിലൂടെ മുസ്ലിം ലോകം വീണ്ടും സ്മരിക്കുന്നത്. 3 കാര്യങ്ങൾ ലളിതമായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അതിലൊന്ന് ഇസ്ലാമിൻ്റെ മുഖമുദ്ര കറകളഞ്ഞ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിച്ചവർ എന്ത് പീഡനങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും എന്ത് തന്നെ ഉണ്ടായാലും അതിൽ സംതൃപ്ത മനസ്സോടെ അടിയുറച്ചു നിൽക്കും. ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവർ. ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക എന്നത് ദീർഘകാലത്തെ പ്രയത്നമൊന്നും വേണ്ട. ചിലപ്പോൾ ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു സമയം കൊണ്ടോ ഒക്കെ സാധ്യമാകും. ഒരു അക്ഷരാഭ്യാസമില്ല, നാഗരികത പ്രാപിച്ചിട്ടില്ല, ജീവിത സൗകര്യങ്ങളില്ല, ആരുവേതുമില്ല, പറയത്തക്ക മേൽവിലാസമൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകളാണല്ലോ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച അഥവാ നബിയെ കണ്ടും കേട്ടും ഉൾക്കൊണ്ടും ഈ ദീനിലേക്ക് വന്ന ആദ്യകാല ആളുകൾ. അതൊരു വലിയ വിശകലനവും പഠനവും സംവാദമൊന്നും നടത്തിയിട്ടല്ല, മറിച്ച് അവർക്കൊരു ബോധ്യത പകർന്നു ഖുർആൻ. ഇന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്. അവർക്ക് സുപരിചിതമാണ് ഇലാഹുകൾ. കാരണം ഓരോ ഗോത്രത്തിനും കുടുംബത്തിനും വ്യക്തിക്കൊക്കെ വെവ്വേറെ ഇലാഹുകളും അതിൻ്റെ പ്രതിരൂപങ്ങളും കഅബയിൽ വരെയുണ്ട്. പിന്നെ അവരുടെ നാട്ടിലും വീട്ടിലും ഓരോ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വരെയും അവർ വച്ച് വിളക്ക് കത്തിച്ച് ആരാധിച്ച് പോന്നവരാണ്. അപ്പൊ എണ്ണിയാൽ തീരാത്തത്ര ഇലാഹുകളെ പരിചിതരും അനുഭവസ്ഥരുമായ അവരോട് അള്ളാഹുവിൻ്റെ റസൂല് ഒരൊറ്റ ഇലാഹേ ഉള്ളൂ, അവൻ അള്ളാഹു ആകുന്നു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അപ്പൊ അവരിൽ ആദ്യം വലിയ അതിശയവും അത്ഭുതവും ഒക്കെ ഉളവായി. അതൊക്കെ ഖുർആനിൽ തന്നെ അവരുടെ ഹൃദയ ഭാഷ എടുത്തുദ്ധരിച്ചു. മാ സമീഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, കഴിഞ്ഞ ഒരു കാലയളവിലും ഇത്തരം ഒരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടില്ല, ഒരു ഇലാഹേ ഉള്ളൂ എന്ന്.
ജനിച്ചു വളർന്നു വരുന്നവർക്ക് ഇനിയും ഇലാഹു വേണം. നിലവിലുള്ളത് പോരാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ സ്ഥാപിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ മുൻപിലാണ് ഏക ഇലാഹിനെ പ്രബോധനം ചെയ്തത്. അത് ഖുർആൻ ഉടനീളം, നമ്മൾ ആ വിഷയം വിവരിക്കുകയല്ല, എല്ലാ നബിമാരെ, ഏതാണ്ട് 25 നബിമാരെയും പഠിപ്പിച്ചതിൽ എല്ലാ നബിമാരും യാ ഖൗമി മാലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, ഇതാണ് രണ്ടാമത് അവരോട് പറഞ്ഞത്. ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തിട്ട്, അപ്പൊ മനുഷ്യവംശമാണ് അവരുടെ മുൻപിൽ, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷ്മത പാലിക്കുന്നില്ല ജീവിതത്തിൽ എന്ന് ചോദിച്ച ചോദ്യങ്ങളിലൂടെയാണ് മുൻകഴിഞ്ഞ അംബിയാ മുർസലുകളും അവരുടെ ഉമ്മത്തുകളും കടന്നു പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് അലൈഹിസ്സലാമിൻ്റെയൊക്കെ കാലം വരുമ്പോൾ വളരെ ലോകപ്രസിദ്ധ ഇലാഹുകളുടെ കേളീരംഗമായിരുന്നു അവിടെ. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്. അപ്പൊ അവരോട് അന്ന് ജനങ്ങളോട് പ്രവാചകന്മാർക്കെതിരിൽ ആവശ്യപ്പെട്ട ഒരാവശ്യം ഒറ്റ വാക്കിൽ ഉദ്ധരിച്ചത് വൻസുറു ഖാലു ഹരിഖൂഹു വൻസുറു ആലിഹത്തക്കും ഇൻ കുൻതും ഫാഇലീൻ. അവരുടെ ആക്രോശം, നിങ്ങൾ ഇബ്രാഹീമിനെ ചുട്ടരിച്ച് കളയണം, വെറുതെ കൊന്നാ പോരാൻ, കൊന്നിട്ട് ആ ശരീരം മുഴുവൻ തീക്കുണ്ടത്തിലിട്ട് കരിച്ചു കളയണം. എന്തിനാ അങ്ങനെ കളയേണ്ടത്? വൻസുറു ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കണം. ഈ നിമിഷം വരെ ഇലാഹുകൾ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞാണ് അവര് നിലനിർത്തിപ്പോന്നത്. കാര്യത്തോടടുത്തപ്പോൾ അതിനെ വിപരീതമായി പഠിപ്പിച്ച ഒരു ഏകദൈവ വിശ്വാസമുണ്ട്. അതിൻ്റെ ഉപജ്ഞാത, അത് പഠിപ്പിച്ച ആൾ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അപ്പൊ അദ്ദേഹത്തെ കരിച്ചു കളയണം, എന്നിട്ട് നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ തന്നെ സഹായിക്കണം. ഇൻ കുൻതും ഫാഇലി, ഇനി സമയം കളയണ്ട, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇപ്പൊ തന്നെ അത് ചെയ്യണം. അങ്ങനെയാണ് അദ്ദേഹം ഒരു വലിയ അഗ്നി പരീക്ഷണത്തിലേക്ക് വരുന്നത്. അതെല്ലാം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. എല്ലാം കൂടി ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ ഖുത്ബയുടെ സമയം പോരാ. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഒരു അറബി കവി, അല്ലെന്ന് പറഞ്ഞാൽ ഒരറബി, ഒരു സാധാരണക്കാരൻ നബിയുടെ ഈ ഉത്ബോധനം മനസ്സിലാക്കി, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, അവൻ്റേതാണ് ഈ മഹാപ്രപഞ്ചം മുഴുവൻ, അവനാണ് സംരക്ഷകൻ, അവനാണ് നിയന്താവ്, അവനാണ് ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മളെപ്പോലെ വലിയ അക്ഷരാഭ്യാസമുള്ളവരോ ഡിഗ്രി ഉള്ളവരോ ഒന്നും അല്ലല്ലോ ആ കാലം. റബ്ബൻ വാഹിദൻ അമ്മൽ ഫറബ്ബിൻ അദീനുൻ ഇദാ തഖസ്സമത്തിൽ ഉമൂറു. എത്ര കൃത്യമായിട്ടാണ് ആ 4 വരിയിൽ, അത് 4 പദങ്ങൾ ഉൾക്കൊള്ളുന്ന 2 ലൈൻ കവിതയിൽ പറഞ്ഞത്. ഒരു റബ്ബാണോ അതല്ല ആയിരക്കണക്കിന് റബ്ബുകളോ നമുക്ക് ആവശ്യം? ഇത് ഏതാണ് എന്ന് അദീനുന്നിതാത്ത കസ്സമത്തിൽ ഉമൂറു, അഖില കാര്യങ്ങളും വേർതിരിച്ച് ഒന്നൊന്നായി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയ ഒരു ദീൻ നമ്മുടെ കൈവശമുണ്ടായിരിക്കെ ഒരു ഇലാഹല്ലേ, ഒരു റബ്ബല്ലേ, ഒരു മാലിക്കല്ലേ ആവശ്യം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ മുഖമുദ്ര അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഉൾക്കൊണ്ട ഒരാൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ഒരു മധുരിമയും ഉണ്ട്. അത് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ദാക തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇത് നമുക്ക് മനഃപ്പാടമുള്ള ഹദീസാണത്. വളരെ ലോകപ്രസിദ്ധമാണ് ആ വചനം. ഈമാൻ, അതിൻ്റെ മധുരം, അതിൻ്റെ രുചി ഒരാൾ അനുഭവിച്ചു എപ്പോൾ? അള്ളാഹു റബ്ബാണെന്ന് തൃപ്തി അടഞ്ഞവര്. അള്ളാഹുവാണ് രക്ഷിതാവ്, അതിൽ ലവലേശം സംശയമില്ല.
അള്ളാഹുവിനെ, ഈശ്വരനെ, ദൈവത്തെ തൃപ്തി വരാതെ വരുമ്പോഴല്ലേ ദൈവേതര വസ്തുക്കളെ നമ്മൾ പ്രാപിക്കുക, ശരണം തേടുക. ഒറ്റ വാക്കിൽ അത് മനസ്സിലാവും. അത് മുസ്ലിമീങ്ങളായാലും മറ്റേത് വേദത്തിന്റെ ആളുകളായിരുന്നാലും ഒരേ ഒരു ദൈവം പോരാ എന്നൊരു മനസ്സിൽ ഒരു ഒരു ആശങ്ക ഉണ്ടായാൽ മതി. അപ്പൊ ഒരേ സ്ഥാനത്ത് ഓരോരുത്തരും അവലംബിക്കുന്നത്, ശരണം തേടുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളെയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എടുത്ത് നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് ആറ്റിക്കുറിക്കി പറഞ്ഞ ഒരു ഹദീസ്, മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു ആ മനസ്സ്, ഒബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം ദീനാണെന്ന് തൃപ്തിപ്പെട്ടു, ഒബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നിർബന്ധപൂർവം വിശ്വസിച്ചാൽ പോരാ, അദ്ദേഹത്തെ പിന്തുടരണം. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഒരാളുടെ വിശ്വാസ മാധുര്യം അനുഭവിപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യം, മനസ്സിന്റെ ആശ്വാസം, മനസ്സിന്റെ നിർഭയത്വം, മനസ്സിന്റെ ശക്തി, തൻ്റെ ഇടം, ജീവിതത്തിൽ എന്തും നേരിടാനുള്ള കെൽപ്പ്, ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, അത് വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ്, ഉമയ്യത്തിന്റെ അടിമ, അദ്ദേഹം ഏറ്റ പീഡനങ്ങൾ വിവരിച്ചാൽ തീരില്ല. ആകെ അവരൊക്കെ അംഗീകരിച്ചത് അഹദ് എന്നൊരൊറ്റ വാക്കിൽ സംക്ഷിപ്തമായി പ്രസ്താവിച്ചൊരു പ്രസ്താവനയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അത് തന്നെയാ പറഞ്ഞ, അഹദ് അഹദ്. എല്ലാവരും അതാണ് പറയുക, ഏകനാണ്, ഒന്നേ ഉള്ളൂ ഇലാഹ്. അപ്പൊ അവരെല്ലാം വളരെ ഗൗരവമായി, വിവരണാതീതമായ അതിക്രമങ്ങൾക്ക് വിധേയമായി. ഖബ്ബാബ് ബിൻ അറത്തിന്റെ ഈ ചുട്ട് പഴുത്ത തീയുടെ മുകളിൽ കിടത്തി 4 വശത്ത് പിടിച്ചിട്ട് അമർത്തി, പുറത്തുള്ള എല്ലാ മാംസവും കരിഞ്ഞു പോയിട്ട് എല്ലിലാണ് ഇത് എന്ന് പിടിച്ചത് തീക്കനല്. അത് അദ്ദേഹത്തിന്റെ മരണം വരെയും പുറം തോടുപോലെ ആ മാംസം വന്ന് പിന്നെ നിറഞ്ഞിരുന്നില്ല, അതിലൂടെ വെള്ളമൊഴുകിക്കൊണ്ടിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും ഖബ്ബാബിനെ ആദരപൂർവം എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് മുതുക് തടകുമായിരുന്നു. അവരൊക്കെ ആഗ്രഹിച്ച ചില ആഗ്രഹങ്ങളുണ്ട്, അതിലേക്കും വരികയല്ല ഞാൻ. അടിസ്ഥാനം ഇതാണ്. പക്ഷെ ഇത് ബോധ്യം വരാൻ വലിയ ആലോചനയൊന്നും വേണ്ട. കാരണം ഈ പ്രപഞ്ചം ആരുടെയാണെന്ന് ചോദിച്ചു, അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെയാണ്. സൂര്യേന്ദ്ര നക്ഷത്രാദികളോ അള്ളാഹുവിൻ്റെതാണ്. നിയന്ത്രണം ആരുടേതാണ്? അള്ളാഹുവിൻ്റെയാണ്. ജീവൻ ആരാണ് നൽകുന്നത്? പടച്ചവനാണ്. മരണമോ? അതും അവൻ തന്നെയാണ്. മഴ വർഷിപ്പിക്കുന്നത്, ചൂടുൽപ്പാദിപ്പിക്കുന്നത്, സസ്യങ്ങൾ മുളയ്ക്കുന്നത്, വളരുന്നത്, കായ്ഫലം ഉണ്ടാകുന്നത്, ഋതുവേദക്കളുടെ മാറ്റങ്ങൾ, ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, അങ്ങനെ ഒരുപാട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അള്ളാഹുവാണ്. അപ്പൊ അവരോട് ചോദിച്ചു, അന്നാ തുഫക്കൂൻ, പിന്നെ നിങ്ങൾ എങ്ങോട്ടാണ് ഇത് വിട്ടെറിഞ്ഞു പോകുന്നത്? കാര്യം ബോധ്യം വന്നു. അവരുടെ വിശ്വാസം അവരുടെ ഹൃദയത്തെ ഊട്ടിയുറപ്പിച്ചു, ശക്തിപ്പെടുത്തി. ഇനി എന്ത് ചെയ്താലും, ഇഞ്ചിഞ്ചായി മുറിച്ചാലും കഷ്ണിച്ചാലും ചുട്ടരിച്ചാലും കുഴിച്ചു മൂടിയാലും നാട് കടത്തിയാലും ബഹിഷ്കരിച്ചാലും അതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ച ഒരു മാസത്തിന് നമ്മൾ സാക്ഷികളാകുന്നു. ഇത് കേവലം ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞാൽ തീരുന്നൊരു വിഷയമല്ലല്ലോ ഇത്. അസ്ഹാബുൽ ബദരീൻ, നമുക്ക് തോന്നുന്ന നമുക്ക് വിളിക്കാനുള്ളവരാണ് അവരെന്നാണ്. അവർക്ക് തോന്നിയത് അള്ളാഹുവിനെ മാത്രമേ വിളിക്കാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നേരിടേണ്ടി വന്ന അതിക്രമങ്ങളാണ്. അതുപോലും തിരിച്ചറിയുന്നൊരവസ്ഥ മുസ്ലിമീങ്ങൾക്കില്ലാതായിപ്പോയി. അവരാകെ അബൂ സുഫിയാനോട് ചോദിച്ചല്ലോ, നജാഷി രാജാവ്, ഈ ദീനിലേക്ക് വന്നവരൊക്കെ കഴിവുറ്റവരും ജീവിത സൗകര്യമുള്ളവരും ആഢ്യത്വമുള്ളവരും കുടുംബക്കാരൊക്കെയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനകത്ത് 99% മേൽവിലാസമില്ലാതെ വിദേശത്ത് നിന്ന് വന്ന് അടിമകളായി നീഗ്രോകളായ ആളുകളാണ് ഇതിന്റെ ദീൻ അംഗീകരിച്ച എല്ലാം.
വെറും അറാദിലുന എന്നാണ് ഖുർആൻ ഉപയോഗിച്ചൊരു വാചകം. ഞങ്ങളിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർ, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വരേണ്യ വിഭാഗം ഉണ്ടല്ലോ, ആ ഒരു വീക്ഷണത്തിലാണ് അക്കാലഘട്ടത്തിൽ ഇവരുള്ളത്. പക്ഷേ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അവരാരെങ്കിലും നിങ്ങൾ ഈ ചെയ്ത മർദ്ദനങ്ങളൊക്കെ സഹിക്കവയ്യാതെ അവർ ഉൾക്കൊണ്ട മുഹമ്മദിനെ പിൻപറ്റാതെ അവർ വിശ്വസിച്ച വിശ്വാസം തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ പഴയ മതത്തിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹത്തിനൊരു ആശങ്ക, ഉണ്ടെന്ന് പറഞ്ഞാലും കുടുങ്ങും, ഇല്ല എന്ന് പറഞ്ഞാലും കുടുങ്ങും. ഉണ്ടെന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ കളവ് പറഞ്ഞു എന്ന് വരും തലമുറ എങ്ങാനും പറഞ്ഞെങ്കിലോ എന്ന ഒരു മാനസിക ഭയം ഉണ്ടല്ലോ, അതുണ്ടായി. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു നേതാക്കൾക്കും ഇല്ലാത്തതാണല്ലോ. നുണയല്ലാണ്ട് വായെടുത്താൽ പറയില്ല. ആളുകൾ തെറ്റിദ്ധരിച്ചു, നുണ മാത്രം പറയുക. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഒന്നാ എല്ലാവരെയും അത് വേദനിപ്പിക്കും. കളവ് മാത്രം പറഞ്ഞിട്ട് അതാണ് ശരി എന്നങ്ങോട്ട് സ്ഥാപിക്കുക. അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, ഇന്നേ വരെയും ഒരാളും ആ ദീൻ ഒഴിവാക്കിയില്ല, ഞങ്ങൾ ഇഞ്ചിഞ്ചായിട്ടൊക്കെയാ കൊന്നത്, എന്നിട്ടുമില്ല. അമ്മാർ ബിൻ യാസിറും യാസിർ റളിയല്ലാഹു അൻഹുവും സുമയ്യ റളിയല്ലാഹു അൻഹയും, ഇതൊരു കുടുംബമാണ്. വാപ്പയും ഉമ്മയും മകനും. വലിയ മകൻ ബന്ധനസ്ഥനാക്കി, വാപ്പയെയും ബന്ധനസ്ഥനാക്കി, ഉമ്മയെ വിവസ്ത്രയാക്കി. അവരുടെ മുൻപിൽ വളരെ ഹീനമായ ക്രമത്തിൽ ആ സ്ത്രീത്വത്തോട് പെരുമാറി. നമ്മുടെ ഈ വർഗീയവാദികൾ ബോംബെയിലൊക്കെ ചെയ്തതുപോലെ. അത് വലിയ ഗൗരവമുള്ളൊരു കാര്യമാണത്. കാരണം അതിൻ്റെ മനഃശാസ്ത്ര വിശകലനമുണ്ട് എക്കാലഘട്ടത്തിലും. കാരണം എതിരാളി അവൻ അനുഭവിക്കുന്ന വേദനയുടെ അസഹ്യതയിൽ പുളയുകയും ഞെരങ്ങുകയും വാവിട്ട് കരയുകയും ചെയ്യുമ്പോൾ സന്തോഷം ജനിക്കുന്ന മനസ്സുകളുണ്ട്. അപ്പൊ മുൻപിൽ കിടക്കുന്ന ആളൊരു മൃഗമാണെന്ന് പോലും അപ്പൊ തോന്നൂല എന്നാണ്. മൃഗമാണെങ്കിൽ അല്പം അലിവെങ്കിലും കാണിക്കൂലേ? മൃഗമാണെങ്കിൽ ഒരു ചെറിയ ദയാവായ്പ ഉണ്ടാവും അതിനോട്. കൊല്ലണം എന്നൊരു ചിന്ത മൃഗങ്ങൾക്കില്ല. കാട്ടിലെ വനങ്ങളിലെ ജീവിക്കുന്ന മൃഗങ്ങൾ അതിന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ വിശപ്പടക്കാനുള്ളത് പ്രകൃതി നിയമം അംഗീകരിച്ചു കൊടുത്ത വേട്ട മാത്രമേ അവർ നടത്താറുള്ളൂ. അതാണുള്ള അവസ്ഥ. പക്ഷെ ഇതല്ല, ഇതിനകത്ത് വലിയ ആനന്ദം കണ്ടെത്തുകയാണ് അവര്. അങ്ങനെ ഉപദ്രവിച്ച് ഈ ദീനിന് വേണ്ടി, എന്തിനു വേണ്ടി? അവര് ഖുർആൻ മുഴുവനും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, നബിയെ പൂർണ്ണമായി അറിയില്ല. വളരെ കുറഞ്ഞ ദിവസത്തെ ബന്ധമേ ഉള്ളൂ ആ കുടുംബത്തിന്. അവർ ദൈന്യമായി വധിക്കപ്പെട്ടു. ഇസ്ലാമിലെ ഒന്നാമത്തെ ധീര രക്തസാക്ഷി. യാസിർ കുടുംബത്തോട് അള്ളാഹുവിന്റെ റസൂലിന് പറയാൻ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നബി നിസ്സഹായനാണ്, ഒരു കഴിവുമില്ല, ശേഷിയില്ല, ആൾബലവും ഇല്ല, കൂടെ ആരുമില്ല. അപ്പൊ നബി പറഞ്ഞത്, ഇസ്ബിർ യാ ആല യാസിർ ഇന്ന മൗഇദക്കും അൽ ജന്ന. മുസ്ലിം അടക്കമുള്ള, ബുഖാരി അടക്കമുള്ള മിക്ക ഹദീസിന്റെ കിതാബുകളിലും ഇസ്ലാമിക താരീഖിന്റെ ഭാഗങ്ങളിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു വചനമാണ്, യാസിർ കുടുംബമേ സഹിക്കുക, നിങ്ങൾ സഹിക്കുക. അള്ളാഹു പടച്ചവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് സ്വർഗമാണ്. ആ ഒരു വാക്ക് അവരെ ഉയർത്തിയ, മാനസികമായി ഉയർത്തിയ ഒരു തലമുണ്ട്. അതാണ് റബ്ബിലുള്ള തൃപ്തി. യാതൊരു പരിഭവവും ഇല്ല ഏതിലെ ഈ ഏൽക്കുന്ന അക്രമങ്ങളിലൊന്നും. നമുക്കിതൊന്നും ഏക്കണ്ട. ഇനി ഒരാഴ്ച 3-4 ദിവസത്തോടെയും കഴിഞ്ഞാൽ നമ്മൾ ബദരീങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലിയിട്ട മുസ്ലിം പള്ളികളിൽ ബദർ മൗലിദ് നടത്തുന്നത്. ഞാൻ അധികം അങ്ങോട്ട് വരികയല്ല, അവരെ വിളിക്കുകയാണ്. വല്ലാത്തൊരു ദുനിയാവാണല്ലോ ഇത്. ഇസ്ലാമിലെ ഈ വിശ്വാസം ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് തൃപ്തിയടയുന്ന മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടാൽ,
ഏറ്റവും ചുരുങ്ങിയത് പരലോകമെങ്കിലും രക്ഷപ്പെടും. അത് പഠിപ്പിക്കാൻ വന്ന ഒരു ദീനും വിശുദ്ധ ഖുർആനിന്റെയും മാസം. ഖുർആൻ പറഞ്ഞല്ലോ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദ എന്നാണ്. തെളിഞ്ഞ വെളിച്ചമുള്ള പ്രകാശിതമായ വ്യക്തമായ നേർമാർഗം. ഒരവ്യക്തതയില്ല. അവ്യക്തത ഉണ്ടെങ്കിലല്ലേ വേറൊരാളുടെ വിവരണം ആവശ്യമുള്ളൂ. ഖുർആൻ അത്ര പ്രകാശപൂരിതമാണ് വിശ്വാസ മേഖലയിൽ. അത്രയും നന്നായി പഠിപ്പിച്ചു. എന്തിനധികം ഖുർആനിലെ 2000-ഓളം ആയത്തുകൾ ആ വിഷയമാണ്. ഒരെണ്ണമെങ്കിലും ഒരു റമദാനിൽ പഠിച്ചുകൂടെ ഒരാൾക്ക്? നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴേക്കും പ്ലാസ്റ്റിക് കിറ്റും മേടിച്ചോട്ടാ ചോറ് മേടിക്കാൻ പോണത്. എന്നിട്ട് പിന്നെ അതിന്റെ മതുവെ പറയല ചായക്കടകളിൽ വന്നിരുന്ന്. നമുക്കൊക്കെ ഒരു ലജ്ജ തോന്നണ്ടേ? സുമയ്യയുടെയും യാസറിന്റെയും ഒക്കെ മുൻപിൽ, ബിലാലിന്റെ മുൻപിൽ, ഹബ്ബാബ് ഇബ്നു അർത്തിന്റെ മുൻപിൽ, അങ്ങനെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മുൻപിൽ 14 പേരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ ബദറില്. എന്തായിരുന്നു അവരുടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഞാൻ ആ വിഷയം പറയാനല്ല വന്നത്, പക്ഷെ അതിന്റെ ഒരു ഭാഗം പറഞ്ഞപ്പോ ഇത്രയും അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. മോയിൻകുട്ടി വൈദ്യര് ബദർ കിസ്സപ്പാട്ടിലൊരു വാക്ക് പറഞ്ഞു, വളരെ കൃത്യമായിട്ടാണ്. അത് അബൂജഹല് ഡ്രസ്സ് ധരിക്കുന്നത്, തലപ്പാവ് കെട്ടുന്നത്, മുകളിലേക്ക് പൂ വെച്ചത്, പുറകിലേക്ക് വാലിട്ടത്, ഗാംഭീര്യത ഒക്കെ കാണിച്ചത് പറഞ്ഞില്ലേ? വെറുതെ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. ബദർ കിസ്സപ്പാട്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവൂലേ? എന്നിട്ട് അദ്ദേഹം മക്കത്ത് നിന്ന് പുറപ്പെടാൻ നേരത്ത് ഈ വാളും പരിചയം കുന്തവും കുറുവടിയും ഇതെല്ലാം എടുത്ത് വേഷഭൂഷാദിയായി തലക്കൽ നിൽക്കുന്ന ആളാണ്. കഅബയിലേക്ക് നടന്നു ചെല്ലും, വിശുദ്ധ കഅബയിലേക്ക്. എല്ലാവരുടെയും ആവാസ കേന്ദ്രം അതാണ്. അവസാനം അവിടെയാണ് പ്രതീക്ഷ. എന്നിട്ട് കഅബയുടെ കില്ല പിടിക്കും. കഅബയുടെ കില്ല പിടിച്ചിട്ട് അയാൾ പറയും, ആര്? അബൂജഹലിന്റെ പ്രാർത്ഥന. അങ്ങനെയെങ്കിലും ദുആ ചെയ്യാൻ നമുക്ക് കഴിയില്ലേ? നബിയെ പിന്തുടരണ്ട, ഖുർആനും വേണ്ട, അബൂജഹലിനെങ്കിലും പിന്തുടരണം. അതല്ല ഇപ്പൊ വേണ്ടത് ഈ കാലഘട്ടത്തിൽ. നിങ്ങളിതൊന്നും മനസ്സിലാക്കി നോക്കിക്കേ. ഒരു 70, 75 എത്ര ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഗസ, ഫലസ്തീൻ. അവരും ആളങ്ങളിലും ഇടിഞ്ഞ വീടിന്റെ ഉള്ളിലും പൊത്തുകളിലും അങ്ങനെ എവിടെയൊക്കെ ഒരു അഭയം കിട്ടുമോ അവിടെയാണുള്ളത്. 2 പകലും 1 രാത്രിയും യുദ്ധം ഇതായല്ലോ, ഈ വിത്ഡ്രോ ചെയ്തല്ലോ. അപ്പൊ അവരെല്ലാം ആളുകളിൽ നിന്നെല്ലാം വെളിയിലേക്ക് വന്നിട്ട് ലോകത്ത് അത്ഭുതകരമായൊരു കാര്യം നടന്നു. അവിടെ 700 കുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ സനത് കൊടുത്തു. മുസ്ലിം ലോകം ലജ്ജിക്കണം അതിന്റെ മുൻപിൽ. ഈ ഇറങ്ങി വന്ന കുട്ടികളുടെ ഒരു വലിയ മുഅ്തമറാണ്, ഒരു വലിയ ആഘോഷം. എവിടെ? ആയിരങ്ങൾ, 10,000 ഇങ്ങനെ ഗബണ്ഡങ്ങളായി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന മണ്ണില് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവര് ചെയ്തത്, ഉണ്ടായിരുന്ന തുണിയെല്ലാം വലിച്ചു കെട്ടിയിട്ട് ജുമുഅ നമസ്കരിക്കുകയാണ്. അവരേതായാലും അവർക്ക് കുറെ കബറുകൾ ഉണ്ടാക്കിയിട്ട് കെട്ടിപ്പൊക്കിയിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കാമായിരുന്നു. അവിടെ പോയിരുന്ന് തപസ് ചെയ്താൽ മതിയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, എത്ര എളുപ്പം ഇത് മനസ്സിലാവുക. അബൂജഹല് കഅബയുടെ കില്ല പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു, ഇറയോനെ ഹാദൽ ബൈത്തുടെ നായകനെ. സൂറത്തുൽ ഖുറൈശിൽ എന്താ പടച്ചവൻ പറഞ്ഞത്? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി. അവിടെ ഈ വീടിന്റെ രക്ഷകനായ നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അവരാർക്കാ ഇബാദത്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിന്. ആരാണ് അള്ളാഹു? ഈ കഅബയുടെ രക്ഷകൻ. അപ്പൊ കഅബയുടെ രക്ഷകനായ നാഥനെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചു, സത്യത്തിന്റെ ആളുകളെ നീ രക്ഷിക്കണം. ബാക്കിയെല്ലാം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. 2 വിഭാഗമാണ്. അവരാണ് ശരി എന്ന് പറയണു, ഞങ്ങളാണ് ശരിയെന്നാണ്. അതിനു വേണ്ടിയാ പോണത്. സത്യം ആരിലാണോ അവരെ വിജയിപ്പിക്കണം. അത്രയെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ചു അബൂജഹൽ. മുസ്ലിമീങ്ങളാകട്ടെ അവരുടെ സംവാദത്തിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനം അതിൽ എനിക്ക് ജയിക്കണം, അത്രേ ഉള്ളൂ.
അതിനെന്തൊക്കെ പറയാമോ എല്ലാം നുണയും പറയും. കളവല്ലാതെ വേറൊന്നും പിന്നെ സംവാദ സ്ഥലങ്ങളിലില്ല. എന്നോടത് ക്ഷമിക്കുക നിങ്ങൾ. അതാണ് ഖുർആൻ പറഞ്ഞത് ദാക്കത്തോമൽ ഈമാൻ. ഈമാനിന്റെ ഒരു മധുരം അനുഭവിച്ചാൽ അയാൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ജേതാവാണ്, ഏറ്റവും വലിയ ആശ്വാസം നേടിയവനാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനാണ്, തൻ്റെ ഇടവും ശക്തിയും സ്ഥാപിച്ചവനാണ്. അതാണ് ഈ മാസം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സ്ഥാപിച്ചത്. 2, 1.25 ലക്ഷം അംബിയാ മുർസലുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക. അർത്ഥം പറയാതെ മനസ്സിലാവും. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അള്ളാഹു പറയുന്നത്, നിനക്ക് നാം വഹ്യ് നൽകി. നിനക്ക് മുൻപ് ആദം മുതൽ കഴിഞ്ഞു വന്ന മുഴുവൻ നബിമാർക്കും വഹ്യ് കൊടുത്തു. യാതൊരു തർക്കവും ആ കാര്യത്തിൽ. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത. നീ ഷിർക്ക് ചെയ്താൽ. നമ്മളൊരു 100 കൊല്ലം ജീവിച്ചു, 100 കൊല്ലം നോമ്പ് പിടിച്ചു, നമസ്കരിച്ചു, എഴുത്തിക്കാവിരുന്നു, തറാവി നിസ്കരിച്ചു, വീടുണ്ടാക്കി, കുടുംബം നോക്കി, മക്കളെ വളർത്തി, അങ്ങനെ എന്തെല്ലാം നന്മയുണ്ടോ ഒക്കെ ചെയ്തു. അതിനകത്ത് ഇന്നതൊന്നുമില്ല. ഒരു മുഴുനീള ജീവിതം സൽക്കർമ്മത്തിലായിരുന്നു. പക്ഷേ നീ ഷിർക്ക് ചെയ്താൽ. എന്താ ഷിർക്ക്? അത് വളരെ എളുപ്പം മനസ്സിലായല്ലോ. അള്ളാഹു മാത്രം ഇലാഹ്, ആ ഇലാഹിനെ മാത്രമേ വിളിക്കാവൂ. വേറെ ആരെ വിളിച്ചിട്ട് അവരെ വിളിച്ചാലും അതുവരെയുള്ള എല്ലാം പൂർണ്ണമായും ഡീലിറ്റായി പോകും. ആ 100 കൊല്ലം ഡീലിറ്റായി. എത്ര കൃത്യമായിട്ടാ ഖുർആനിൽ ഉദാഹരണം പറഞ്ഞത്. മഹ്ശറയിൽ യാത്രയാക്കപ്പെടുമ്പോൾ ചിലരുടെ കൺമുൻപിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അപ്പൊ അവരിങ്ങനെ പലതും 100 കൊല്ലം ജീവിച്ച എൻ്റെ ജീവിതവും വിഭാഗത്തൊക്കെ എവിടെയെന്ന് ഫലം അനുഭവിക്കണ്ടേ? ഫലം അനുഭവിക്കാൻ അവശേഷിക്കുകയില്ല ജീവിതത്തിലെ ഒരു ഭാഗവും. എന്താ ഉണ്ടായ അബദ്ധം? ഷിർക്കാണ്. ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക. നിന്റെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. റസൂലുള്ളയോടാണ് അള്ളാഹുവിന്റെ വളരെ എന്തായാലും പറയുക, ഗൗരവമായ വാക്ക്. നീ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടും. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആനിൽ വന്ന വാചകമാണ്. തൗഹീദ് ഉൾക്കൊള്ളണം, അഥവാ ഈമാൻ. ഷിർക്ക് ഏതെല്ലാം വഴിയിലുണ്ടോ അത് ഒഴിവാക്കണം. ഹുജ്ജത്തുല്ലാഹിൽ ബാലിയുടെ ഒരു ഇബാറത്ത് നമ്മൾ ഒരുപാട് ഇതിനകത്ത് നമ്മൾ പഠിക്കാനുണ്ട്. തഫ്സീറുൽ മറാഗിയിൽ ഇമാം മറാഗി ഉദ്ധരിക്കുന്ന ഒരു വലിയ ലഫ്ളുണ്ട്, അൽ ഇശ്റാഖു ബില്ലാഹി ളുറൂബുൻ മുഖ്തലിഫ. അത് ഒരു ഇനമല്ല, ഒരുപാട് ഇനങ്ങളിലാണ് ഷിർക്കുള്ളത്. ഏതെങ്കിലും ഇന്നതാണെന്ന് പറയാൻ പറ്റൂല. എന്നിട്ടാണ് അദ്ദേഹം നിയമനിർമ്മാണത്തെ ആദ്യമായിട്ട് എടുത്തു പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ അവകാശി നബിയാണ്, അള്ളാഹുവാണ്, അവൻ്റെ റസൂലാണ്. അത് ചെയ്തില്ലെങ്കിലോ നമുക്ക് അവകാശമില്ലാതെ അങ്ങനെ സ്ഥാപിക്കാൻ. ഇന്ന് കാണുന്ന മനുഷ്യരാചരിക്കുന്ന ഇസ്ലാമിക ആചാരങ്ങളിൽ മഹാഭൂരിപക്ഷവും നമ്മൾ ഉണ്ടാക്കിയതാണ്. ദീനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പല ആചാരങ്ങളും. ഷാഹു വലിയുള്ളാഹി ദഹ്ലവിയുടെ ഇസ്ലാമിലെ ഏതാണ്ട് 60-ലധികം യൂണിവേഴ്സിറ്റികളിലെ പാഠപുസ്തകമാണ് ഈ ഒരു കിതാബ്, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. അത്ര അനിഷേധ്യമാണ്, അത്ര അനിഷേധ്യമായ ഗൗരവമായ വിവരണം ഉൾക്കൊള്ളുന്ന ഒരു കിതാബാണ്. അത് നമ്മുടെ ഇന്ത്യക്കാരനാണ്, UP-കാരനാണ് അത് രചിച്ചത്. ഷാഹു വലിയുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഒരുപാട്, ഒരു 10-12ഓളം ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഇതാണ്. വമിൻഹ, ഷിർക്കിൽപ്പെട്ടതാണ്, അൽ ഹജ്ജു ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഹജ്ജ് ചെയ്യൽ. ഹജ്ജ് എല്ലാവർക്കും മനസ്സിലായി, അള്ളാഹുവിന് ആണെന്നും അറിയാം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ ലബ്ബൈക്ക് എന്നല്ലേ പറയണത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. അതിനകത്ത് വേറെ പങ്കൊന്നുമില്ല.
ഇവിടെ അവൻ ഷിർക്ക് ഏതാണെന്ന് അദ്ദേഹം പറയാണ്, അള്ളാഹു അല്ലാത്തവർക്ക് ഹജ്ജ് ചെയ്യുക. അതേതാത് ദാലിക്കാൻ തഖ്സുദ. അതെങ്ങനെയാണ് പടച്ചവനല്ലാത്തവർക്ക് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നീ കരുതിയാൽ മതി മനസ്സിൽ. അൻ തഖ്സുദ മവാലിയ മുത്തബരിക്കത്തിൻ മുഹ്തസത്തിൻ, ചില പ്രത്യേക സ്ഥലം, അത് ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണെന്ന് നീ കരുതുക. ഒരു ഉദാഹരണം അജ്മീർ, പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ആ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ നീ മനസ്സിൽ നെയ്യത്ത് ചെയ്തു. അങ്ങനെ നെയ്യത്ത് ചെയ്ത ശേഷം യക്കൂനുൽ ഹുലൂലു ബിഹ, അവിടെ ചെല്ലൽ, നെയ്യത്ത് ചെയ്ത് അജ്മീറിന് പുറപ്പെട്ടു, അവിടെ ചെല്ലൽ. തഖർറുബൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിന്നെ അടുപ്പിക്കും എന്ന് നീ, നിന്റെ ആവശ്യങ്ങൾ നിറവേറും, പല കാര്യങ്ങളും മാറും, മനസ്സ് സുഖാവും, വിഷാദം മാറും, മക്കൾ നന്നാവും, രോഗം മാറും, ജോലി കിട്ടും, നല്ല കൃഷി ഉണ്ടാവും, അങ്ങനെ തുടങ്ങി വിവിധ ദുനിയവിയായ കാര്യങ്ങൾക്കല്ലേ ഈ ഷിർക്കുള്ളൂ. പരലോക കാര്യത്തിൽ ലോകത്ത് എവിടെയെങ്കിലും ഷിർക്ക് വന്നിട്ടുണ്ടോ? ഖബറിലെ ചോദ്യം എളുപ്പമാകാൻ വേണ്ടി ഷിർക്ക് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ലല്ലോ. ദുനിയവിയായ കാര്യങ്ങൾക്ക് ഈ മനസ്സ് മനുഷ്യൻ ഇങ്ങനെ അകപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ നീ കരുതിയിട്ട് അവിടെ പോവുക. ഇതാണ് ഇസ്ലാമിക നിയമനിർമ്മാതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചത്. ബി ഖൗലിഹി അലൈഹിസ്സലാം, അവിടെന്ന് പറഞ്ഞ വാക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് അദ്ദേഹം ഉദ്ധരിച്ച വാക്ക്. സഹായം നിന്നോട് മാത്രം, ഇബാദത്തും നിനക്ക് മാത്രം. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഇത് റമളാൻ മാസവും ഖുർആനിന്റെ മാസവും ഷിർക്ക് ഒഴിവാക്കാൻ ഒരു പഠനം നടത്തിയാൽ മതി. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഷിർക്കും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. തൗഹീദ് ഉറപ്പിച്ചു നിർത്തുകയും ഷിർക്ക് ഒഴിവാക്കുകയും ചെയ്തു അമലുകൾ ഇനി ഒന്നും ഇല്ലെങ്കിലും അവൻ സ്വർഗവാസിയാണ് എന്ന കാര്യത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മുൻ കഴിഞ്ഞുപോയ ഒരു ഇമാമുകളും അതിനെതിരെ പറഞ്ഞില്ല. മറിച്ച് ഷിർക്ക് വന്നാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടല്ലോ, ഒന്നും പിന്നെ അവനുണ്ടാവില്ല. 3, മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു മാസം നമ്മളൊരു വാർഷികമായി എടുത്താൽ മുസ്ലിം ലോകം മഹാഭൂരിപക്ഷവും റമളാനാണ് സക്കാത്തിന്റെ മാസമായി തിരഞ്ഞെടുക്കുക. അപ്പൊ ഷവ്വാലിലായിക്കൂടാഞ്ഞിട്ടോ ഷഅബാനിലാകാഞ്ഞിട്ടോ അല്ല. റമളാനിന്റെ ചില മഹത്വങ്ങളും ഫളലുകളും ശ്രേഷ്ഠതകളും ഒക്കെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ ഒരു വലിയ ഇബാദത്ത് എന്ന ഫർള് അത് റമളാനിലാകട്ടെ എന്ന് ആളുകൾ ചിന്തിക്കുന്നത്. ആ ചിന്തയ്ക്ക് തകരാറൊന്നുമില്ല. അപ്പൊ അതിലൊറ്റ വാക്ക് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. അതിനകത്ത് ഖുർആൻ 2 കരുതലുകളാണ് ചെയ്തത്. അതിലൊന്ന്, നമ്മുടെ മനസ്സ് പാകപ്പെടണം. കൊടുക്കുന്നയാള് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി വരും. അയാളിൽ വിശുദ്ധി ഉണ്ടാവും, മനസ്സിലും അയാളുടെ സമ്പത്തിലും അയാളുടെ വിശുദ്ധി ഉണ്ടാവും. വാങ്ങുന്നയാൾ സംതൃപ്തരാകും. ഇമാം നവവി അലൈഹി റഹ്മയുടെ ഷറഹുൽ മുഅദ്ദബില്, മിൻഹാജു താലിബീന്റെ ഷറഹാണ് ഷറഹുൽ മുഅദ്ദബ്. അതിൽ ഇമാം നവവി അലൈഹി റഹ്മ പറഞ്ഞത്, നമ്മളൊരാൾക്ക് കൊടുത്താൽ അയാൾ സ്വയം പര്യാപ്തനാവുക എന്നാണ്. അപ്പൊ അയാളുടെ കാര്യം നിറവേറി സന്തോഷത്തോടെ അൽഹംദുലില്ലാ എന്ന് പറയൽ മാത്രമല്ല, പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദുആ ചെയ്യുക. ഒറ്റ ദുആയാണ് മനുഷ്യ കുലത്തിന്റെ നിലനിൽപ്പിന് ആധാരം. സാധുക്കളുടെ ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഉൽപ്പതിഷ്ണുക്കൾ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ കൊടുക്കൂല, ഞങ്ങൾ പള്ളിയിലാ ഏൽപ്പിക്കണത്, അവിടെ പോയി മേടിച്ചോ. ഈ സാധുക്കളെ ആകെ 1 രൂപ മേടിക്കാൻ പറ്റതാണ്. അപ്പൊ അവരെ അവിടെ നിർത്തി 4 വഴന്ന് പറഞ്ഞ് ഒന്നോടെ ഇൻസൾട്ട് ചെയ്ത് വിടും. ഖുർആൻ ഒരു ഓഹരി പറഞ്ഞപ്പോ ചോദിച്ചു വരുന്നവരെന്നാ പറഞ്ഞേ. എനിക്കറിഞ്ഞുകൂടാ ഇത് എവിടെ നിന്നാ ഇവര് ഖുർആൻ പഠിച്ചതെന്നൊന്നും. ഉൽപ്പതിഷ്ണുക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒഫി അംവാലിഹിം ഹഖ്കുൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതോ നമ്മൾ തറാവീന്റെ ക്ലാസ്സിലോ പറഞ്ഞു, അവരുടെ സമ്പത്തിൽ ഓഹരിയുണ്ട്, അവകാശമുണ്ട്. ആർക്ക്? ലിസ്സായിലി, ചോദിച്ചു വരുന്നവർക്ക്. ചോദിച്ചു വരുന്നവർ 100,000 ആവശ്യങ്ങളാണ്, താൽക്കാലികങ്ങളാണ് ആവശ്യങ്ങൾ, ചെറിയ ആവശ്യങ്ങളാണ്. അത് ചെറിയ തുകയുടെ ആവശ്യങ്ങളാണ്. അതിന്റെ പേരിൽ കേരളം മുഴുവനും എല്ലാ വീട്ടിലും 2 കോടി വീട്ടിലും അവർ പോകാറില്ല. ആകെ 5-10 വീട്ടിൽ ഒരു ദിവസം പോകും. അപ്പോഴേക്കും വയ്യാണ്ടാവും അവർക്ക്. അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ പറയണത്, ഇതിനേക്കാൾ വലിയ മോശം പറവല്ലോ ഉണ്ടോ, ഞങ്ങൾ തരില്ല.
നമുക്ക് കണ്ട അഭിമാനം വന്ന പോലെയാണ്. അത് അതിലേക്ക് ഞാൻ വരികയല്ല, നിർത്തുകയാണ്. അപ്പൊ അവര് അവകാശികളാണ്. എങ്ങനെ അവകാശികൾ? അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വന്ന് ഉണർത്തുമ്പോൾ നമുക്ക് എന്താണോ സന്തോഷം, അയാൾക്കൊരു 50 രൂപയോ അല്ലെ 10 രൂപയോ, ഇന്നൊന്നും 10 ആരും കൊടുക്കൂല, 50 താഴെ ആരാ കൊടുക്കുക? 50 രൂപ അല്ലെ 100 രൂപ എടുത്തു കൊടുത്തു, ദുആ ചെയ്യുക, പടച്ചവൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞ് സന്തോഷിപ്പിച്ച് അയാളുടെ കയ്യാലൊന്ന് പിടിച്ച് തോളത്തോ തട്ടിയിട്ട് വിടുമ്പോൾ എന്താ അതിന് പറയുക? മുഖറബുകളായ മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് രണ്ടുപേരും അർഹരായി മാറി എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. വെറുതെ എടുത്തിട്ട് എന്ന് പറയുമ്പോഴതൊന്നും കിട്ടൂല. നമ്മൾ അവരോടൊരു ധാർഷ്ട്യതയിൽ പറയുമല്ലോ, ഒരു മൂളലുണ്ടല്ലോ, പോയിനി, അതല്ലല്ലോ. അതിനകത്തൊരു മാനുഷികതയുണ്ടെന്നാണ്. മാനുഷികത. ബഷീറിന്റെ മരണത്തിന് മുമ്പ് എഴുതിയ ഒരു കഥയുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മേടിച്ച് വായിക്കണം. ആ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ ഞാൻ. കേശു മൂപ്പൻ. അതൊരു സാധു വന്ന് വീട്ടിലേക്ക് വരുന്നത് രംഗം, അദ്ദേഹത്തിന് സൽക്കരിച്ച് കൊടുക്കുന്നത്, അദ്ദേഹം പോകുന്നത്, യാത്രാമധ്യേ അദ്ദേഹം മരിക്കും. ആ ഡെഡ് ബോഡി പിന്നീട് മറവ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിൽ അദ്ദേഹം ഏർപ്പെടുന്നത്, അങ്ങനെ പലതും. അപ്പൊ ഞാനിത് പറഞ്ഞത്, അതൊരു വല്ലാത്ത മനസ്സാണ്. ആ മനസ്സ് പൂത്ത് തളിർത്ത് വലിയ ആശ്വാസം മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്ന, അവർ ജീവിക്കുന്ന പ്രദേശത്തിന് ലഭിക്കുന്ന, ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസം റമളാനാണ്. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഈമാനിൽ അടിയുറച്ച് ജീവിച്ച നമ്മുടെ പൂർവികരായ എല്ലാവരെയും പടച്ചവൻ തൃപ്തിപ്പെടുകയും ചെയ്യുമാറാകട്ടെ.